എല്ലാരും പഠിക്കാൻ നോക്കാം. ചിൻപുടി ഇതെല്ലാരും ഉപകാരം ഉണ്ടോ? അതുപോലെ വളരെ പാവപ്പെട്ടവർക്ക് ഇന്ന് വീട് എന്നുള്ളത് വളരെ വലിയൊരു സ്വപ്നമാണ്. അതിനു വേണ്ടതിന് സ്ഥലം സംഭാവന ചെയ്ത ഷമീജിനെ അനുമോദിക്കാനാണ് നമ്മൾ ഈ യോഗം കൂടിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് ബാലകൃഷ്ണ മാഷെ ഇതിന്റെ അധ്യക്ഷനായി ക്ഷണിച്ചുകൊണ്ടു. രാജ്യം സൂചിപ്പിച്ച പോലെ നല്ല കാര്യം ചെയ്താൽ ആരായാലും അതിനെ വെച്ച് സർക്കാരിനെ പറ്റി ചെയ്തതെന്ന് പറയാൻ നല്ലതെന്ന് പറയാനൊരു മാന്യത കാണിക്കണം. അത് നമ്മൾ സംസ്കാരമായിട്ട് മാറണമെന്ന് അഭിപ്രായമുണ്ട്. ഞാൻ വിദേശത്ത് പോയപ്പോൾ എൻ്റെ അടുത്തുള്ള അംഗനവാടി കൊണ്ടേക്കാം വളരെ ദൂരമുള്ളൂ. അപ്പം അവർക്ക് രാവിലെ കൊടുത്ത് വീടുണ്ടാക്കി കൊടുത്ത് ചെറുത് പോലെ ചെറുത് മതി. പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് ചെയ്ത വീടുകാരാവും. നമ്മൾ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിനായി യോഗം വിളിച്ചത് വളരെ ഉന്നതമായ ഒരു ചടങ്ങാണത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ നന്ദി ഞാൻ ഷമീജിന് ഔദ്യോഗികമായി അല്ലാതെ ഞാൻ രേഖപ്പെടുത്തില്ല, വേറെ കാര്യം അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ വന്നതിനും. അതേപോലെ തന്നെ ഈ ഞങ്ങളുടെ ചെറിയ അഭിനന്ദനം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഷമീജിനെ ഞാൻ നന്മയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ അനിത് വന്നിട്ടുണ്ട്. സോറി, ചെറിയ വർഷമാണ് കുഴപ്പമില്ല. അപ്പോ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിയാണ്. ഇവിടെ എത്തിച്ച എല്ലാവർക്കും നമ്മുടെ ഒരു അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതില് ഞാൻ ആരെയും വിളിക്കുന്നില്ല. 170ഓളം വായനശാലകളാണ്. അതിന്റെ ജോയിന്റ് സെക്രട്ടറി അല്ല, എന്റെ പേര് അജിത്ത്. അപ്പോ പല പേരിലും വായനശാലകൾ അറിയപ്പെടുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കാരന്റെ പേര് പറ്റുന്നുള്ള ചിന്തയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ചിന്തയും പ്രവൃത്തിയുമായി മുന്നോട്ട് വന്ന അതിലേക്ക് കിടന്നു വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരുപാട് പ്രാവശ്യം തന്നെ ഇതിന്റെ സ്ഥാപനം ഹംസാക്ക ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ആ മനസ്സ് ഷമീജ് എന്ന് പറയുന്ന ആ ഷമീജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലം നമ്മുടെ ഈ സ്ഥലത്ത് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചർച്ച വളരെ സജീവമായി കേരളത്തിൽ നടക്കുകയാണ്. പൊതുവെ ഇപ്പോ നേരത്തെ മാഷ് പറഞ്ഞ മാതിരി ഈ കറപ്ഷനുള്ള രാഷ്ട്രീയക്കാരാണ് എല്ലാവരും പൊതുവെ തോന്നിക്കുക. പക്ഷെ കറപ്ഷനുള്ള രാഷ്ട്രീയക്കാരല്ല, ഇങ്ങനെയും ചില രാഷ്ട്രീയക്കാരുണ്ട്. കൂടുതലായിട്ട് സംസാരിക്കേണ്ട കുറെ ആൾക്കാരുണ്ട്. ഇതിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഷീർ പറഞ്ഞ പോലെ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളോ ഒരുപാട് സ്വത്തുക്കളോ അതിന്റെ ആളോ പറയും. പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. പിന്നെ അതിനൊരു അർത്ഥം ഉണ്ടാവില്ലാന്ന് എഴുതിയിട്ട് ബാക്ക് ബെഞ്ചിൽ പോയി ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഒരു പക്ഷേ ഇനി അവനവിടെ ആ വാർഡിൽ തന്നെ അവര് മത്സരിക്കാൻ നിൽക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് പ്രവർത്തിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗ്യം. അപ്പൊ അത് തെളിയിച്ചു കഴിഞ്ഞു. അതിന്റെ കൂടെ എല്ലാരും പഠിക്കാൻ നോക്കാം. ശരിക്കട്ടെ ചിൻപുടി ശ്വാസം വിട്ടോളെ. ഇതെല്ലാരും ഉപകാരം ഉണ്ടോ? അടുത്ത സുഹൃത്തുമായിട്ടുള്ള ബാലകൃഷ്ണ മാഷ്, നന്മയുടെ പ്രധാന ഭാരവാഹി രാജേട്ടൻ, ജപ്പാൻ ലൈബ്രറി കൗൺസിലിന്റെ ചേട്ടൻ, പ്രിയമുള്ളവരെ,
എടുത്തു പറയുന്നില്ല. ഇത്തരത്തിലൊരു പ്രവർത്തനം സത്യം പറഞ്ഞാൽ അത് വളരെ ഭാഗമായി കാര്യമായി. ഇത് നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് സാമ്പത്തിക ശേഷിയൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ അടുത്ത കാലത്താണ് ഞങ്ങളൊരു ഭൂമി കാർമണ്ണ പ്രദേശത്ത് വാങ്ങിച്ചത്. 44 സെന്റ് ഭൂമിയാണുള്ളത്. അപ്പൊ അത് ചിലപ്പോൾ കൃഷി സന്തോഷകരമായ ഒരു നിമിഷം, ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ നന്മയെ അഭിനന്ദിക്കുന്ന ഒരു സന്തോഷകരമായ നിമിഷത്തിന്റെ പരിസമാപ്തി. പക്ഷെ ഇതിവിടെ അവസാനിക്കുകയല്ല, മറിച്ച് ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. നന്മ അതിന് മുൻകൈ എടുക്കുകയാണെന്ന ഉദ്ദേശത്തിൽ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കൂടിയ ആളുകൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെർപ്പുളശ്ശേരിയുടെ ഈ പരിധിയിൽ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഈ പരിപാടിയെയും അതുപോലെ നന്മ നടത്തുന്ന മുഴുവൻ പ്രോഗ്രാമുകളിലെയും നിങ്ങൾ എത്തിക്കണമെന്ന് ഇതിന്റെ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അജിത് കുമാറിനും അതുപോലെ തന്നെ